കിഴക്കുംകര ശാന്തി കലാമന്ദിരം വായനശാല ആൻഡ് ഗ്രന്ഥാലയം മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും എഴുത്തുകാരനും വായനയുടെ പ്രചാരകനുമായിരുന്ന കെ ദാമോദരന്റെ 50-ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ യോഗം നടത്തി. ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ നടക്കുന്ന വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് ശാന്തി കലാമന്ദിരം KPV സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണ യോഗം നാടകപ്രവർത്തകനും ദൃശ്യമാധ്യമ അവതാരകനുമായ ഗംഗൻ IG ഉദ്ഘാടനം ചെയ്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. അന്ന് ചെറുപ്പമായിരിക്കും, ചിലപ്പോൾ അതിനുശേഷം ജനിച്ചവരുമായിരിക്കും. അപ്പൊ അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാളെ ഇങ്ങനെ ഓർമ്മിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും? ഈ കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ, കേരളത്തിന്റെ കലാ സാംസ്കാരിക മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്ത സംഭാവനകൾ ഓർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടായിരിക്കണം ലൈബ്രറി കൗൺസിൽ പോലെയുള്ള ഒരു പ്രസ്ഥാനം അദ്ദേഹത്തെ ഓർമ്മിക്കാനും അദ്ദേഹത്തിന്റെ സംഭാവനകൾ ചർച്ച ചെയ്യാനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. ടാഗോറിന് അദ്ദേഹം ജനിച്ച വർഷവും മരിച്ച വർഷമൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. തിരൂറാണ് അദ്ദേഹം ജനിച്ചത്. തിരൂർ പൊന്നാനി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഭാഷാ പിതാവിന്റെ ജനനസ്ഥലമാണ്. അജാനൂർ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷനും വായനശാല പ്രസിഡന്റുമായ MV രാഘവൻ അധ്യക്ഷനായി. ലൈബ്രറി കൗൺസിൽ റിസോഴ്സ് പേഴ്സൺ K രവീന്ദ്രൻ, കലാമന്ദിരം പ്രസിഡന്റ് MK വിജയകുമാർ എന്നിവർ സംസാരിച്ചു. ശാന്തി കലാമന്ദിരം വായനശാല സെക്രട്ടറി K വിശ്വനാഥൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി V നാരായണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.